ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ജെയിംസ് 2:14 മുതൽ 26 വരെ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുന്നു. ഒരു സഹോദരന്റെ സഹോദരിയോ നഗ്നനും മഹോപത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീക്കായുകയും രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ ഉപകാരമെത്തും. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. രാജ്യങ്ങളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എന്റെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നു. അവൻ രാഹാബ് എന്ന വേശ്യയും ദൂതനെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞേക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായിക്കണം. നമ്മൾ കാണുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. നമ്മളെല്ലാവർക്കും ഈ കൂട്ടത്തിലായിരിക്കുന്ന എല്ലാവർക്കും വിശ്വാസമുണ്ട്, പലതരത്തിലുള്ള വിശ്വാസങ്ങൾ അല്ലേ? പക്ഷെ നമ്മുടെ ഒരു 3 തരം വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാം? ഒന്ന് നിർജീവമായ വിശ്വാസം, പിന്നെ അടുത്തത് പൈശാചികമായ വിശ്വാസം, മൂന്നാമതാണ് നമ്മുടെ യഥാർത്ഥ വിശ്വാസം. അത് കുറച്ചു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 തരം വിശ്വാസത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറുതായിട്ട് വിശ്വാസം എന്നാൽ എന്താ? ഉറപ്പാണ്? അങ്ങനെയാണോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്? ആണോ? ആണോ? നമ്മൾ കാണാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനങ്ങൾ പറഞ്ഞതിനൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം നമ്മുടെ പിതാവാണ്. അബ്രഹാമിനെ കുറിച്ച് ഇപ്പൊ എന്താ പറഞ്ഞേ? ആ വിശ്വാസം നമ്മളുണ്ടോ? ഉണ്ടോ? ഞാൻ വചനത്തിലുള്ളതായി ചോദിക്കുന്നുള്ളൂ. ആ വിശ്വാസം നമ്മളുണ്ടോ? അപ്പൊ നമ്മുടെ വിശ്വാസം നിർജീവമായിട്ടുള്ള വിശ്വാസമാണ്. നിർജീവം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ജീവനില്ലാത്ത. അതായത് ഒരു ഉദാഹരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഒരാൾ വരുന്നു, വളരെ അല്ലെങ്കിൽ കുറച്ചധികം, അപ്പൊ അവർക്ക് കുറച്ച് ഇതാ വേണ്ടത്, എന്ത് പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതാണ്. അവർ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം പറയുന്നത് എന്താ? അവരുടെ അടുത്ത് കേട്ടില്ല അല്ലേ? അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് എന്താ വേണ്ടത്? നമുക്കറിയാം പൈസ വേണ്ടത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. അപ്പൊ അത് നിർജീവമായ വിശ്വാസമാണ്. ജീവനുള്ള വിശ്വാസമാണ് അത്. ആണോ? ഓക്കെ, അത് ഓരോരുത്തർ അത് ചോദ്യം ചെയ്യും. അതിൽ ഞാൻ എല്ലാവരും ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന എന്താണ്? അതിനു മുമ്പേ ഈ നിർജീവ വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർജീവ വിശ്വാസികൾ ഇവര് ഒരു സാക്ഷ്യം പറയുകയാണെങ്കിലോ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണെങ്കിലോ ദൈവവചനം അതേ കണക്കെടുത്തിട്ട് വോട്ട് ചെയ്യും. നമ്മൾ കേൾക്കണം വിചാരിക്കും ഇവര് അൺബിലീവബിൾ. ബൈബിളിലുള്ള വചനം അതേ കണക്ക് വോട്ട് ചെയ്തിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായി? പക്ഷെ
ഇവരുടെ വിശ്വാസം എന്താ? നിർജീവമാണ്. ഇവരവിടെ ചെന്ന് പറയും, ഓക്കെ ബ്രദർ ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഓക്കെ സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം വലിയ പ്രവർത്തിക്കും, നിങ്ങളൊന്ന് ഉണർവ് പ്രാപിക്കുക, ഇതൊക്കെയല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. ഈ വന്നത് എന്തെങ്കിലും വിടുതൽ ഉണ്ടായോ? നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടായിട്ട് എന്തെങ്കിലും ഒരു 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 വിടുതൽ വന്നു. നമ്മൾ മാനസികമായി വളരെ തളർന്നിരിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത്, അല്ലേ? ഞാൻ നിങ്ങളുടെ കാര്യമല്ലോ പറഞ്ഞു, ഞാൻ പുതിയ ആൾ വരുന്നതിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ മാനസികമായിട്ട് കാര്യം നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പ്രാർത്ഥിക്കണം. പക്ഷെ ദൈവജനം കൃത്യമായിട്ട് പറയുന്നു, നിർജീവ വിശ്വാസമായി പോകരുത്. നമ്മുടെ നിർജീവ വിശ്വാസത്തിന്റെ പ്രശ്നം പറയും, പക്ഷെ പ്രവർത്തിയില്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഈ പൈശാചികമായിട്ടുള്ള പൈശാചികം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതെന്ത് പറയുന്നത്, ഒരു ഇങ്ങനെ ദൈവം തന്നെ അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. റെഫറൻസ് ഞാൻ പറഞ്ഞുതരാം. പിശാച് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല, ദൈവം ഉണ്ടെന്ന് പിശാച് വിശ്വസിച്ചിരുന്നില്ല. അവനെ കാണുമ്പോഴേക്കാൾ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ പറയുന്നുണ്ട് അവൻ ദൈവപുത്രൻ എന്നാ പറഞ്ഞേ, അല്ലേ? അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് വിശ്വസിച്ചു. നമ്മളതാണ് കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം നമ്മുടെ രക്ഷിതാവാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നില്ലേ? അല്ലേ? വിശ്വസിക്കുന്നില്ല. ഞാനെന്തോ തെറ്റ് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. പറഞ്ഞില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഇത് അധികം പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ചിന്തകൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 3 വിശ്വാസങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പൈശാചികമായ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഉണ്ടെന്ന് പിശാചിനും അറിയാം. ദൈവം ഉണ്ടെന്ന് പിശാചിനും അറിയാമെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ട്. കാര്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാ നമ്മൾ ദൈവത്തിലേക്ക് വന്നത്. പിശാച് ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണോ ദൈവം ഉണ്ടെന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ വളരെ സങ്കടത്തോടെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞെങ്കിൽ ക്ഷമിക്കാം. വിശ്വാസത്തിന്റെ കാര്യം പറയുന്നുള്ളൂ. കാര്യം ഇത് വന്നെ ഞാൻ വലിയ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവിന്റെ കാര്യം 100ാമത്തെ വയസ്സിലല്ലേ, 100ാമത്തെ വയസ്സിൽ സ്വന്തം മകനെ യാത്രമായിട്ട് കൊടുക്കാനായിട്ട് പോയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 106ാമത്തെ വയസ്സിൽ, ജസ്റ്റ് ഒരു ഗസ് പറഞ്ഞു, 106ാമത്തെ വയസ്സിൽ പോയെന്ന് പറയുമ്പോ ആ വിശ്വാസം നമുക്കുണ്ടോ? നമുക്ക് ആ ഒരു വിശ്വാസം മാത്രം മതി. അതൊന്ന് ആലോചിച്ച് നോക്കി. ആ വയസ്സിൽ ആ ഒരു വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തോട് ഇത്രയും ചേർന്നായിരിക്കും നിന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഞാൻ ദൈവത്തോടാ ചേർന്നിരിക്കുന്നില്ലേ, പറയുന്നില്ലേ? നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, എനിക്ക് 100% ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയുന്നുണ്ട് ഞാൻ ദൈവത്തോട് ചേർന്നാണ് പോകുന്നത്, ഇല്ലേ? പക്ഷെ വിശ്വാസം എങ്ങനെ? നിർജീവമാണ്, അത് പൈശാചികമാണ്. അത് ഓരോരുത്തരും വിശ്വാസം ചെയ്യും. എല്ലാവരും വളരെ രൂക്ഷമായി നോക്കുന്നു. ഞാൻ പറഞ്ഞ പറയാം. ക്രിസ്തു ഈ ഭൂമിയിലുണ്ടെന്ന് പിശാച് സാക്ഷ്യം പറയും. അല്ലെങ്കിൽ അവൻ ഈ ലോകത്തിൽ വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലുണ്ട്. ഇനി രണ്ടാമത് നമ്മളെ കൂട്ടിച്ചേർക്കാനായിട്ട് അവൻ വരും നാം വിശ്വസിക്കുക, ഇല്ലേ? അവനറിയാം ഇനിയൊരു ശിക്ഷാവധി ഉണ്ടെന്ന് അവന് നല്ലോണം അറിയാം. അതുകൊണ്ടാ അവൻ പറയുന്നത്. ആ വിശ്വാസം നമുക്ക് പൈശാചികമായ വിശ്വാസമല്ല. ഇങ്ങനെ വിശ്വാസം വരുമ്പോൾ ഗുണം എന്താണെന്ന് അറിയാം. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണും. പ്രവൃത്തിയിൽ അത് കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചൊരു കോട്ടാണ്. നമുക്ക് എല്ലാവർക്കും കരുണയുണ്ട്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കരുണയുണ്ട്. ക്രിസ്തുവിനെ അറിഞ്ഞ മറ്റുള്ളവർ കാര്യമില്ല, ക്രിസ്തുവിനെ അറിഞ്ഞ എല്ലാവർക്കും കരുണയുണ്ട്.
ഇല്ലേ? ഓരോരുത്തർക്കുള്ള അളവ് വ്യത്യാസമായിരിക്കും, പക്ഷെ എല്ലാവർക്കും കരുണയുണ്ട്. ഒരാൾക്ക് പോലും കരുണയില്ലാതെ. ഈ കരുണയുള്ള നമ്മളെന്താ നമ്മുടെ സഹജീവനോട് കരുണ കാണിക്കാതെ? നമുക്ക് ദൈവം ദാനമായിട്ട് തന്നല്ലേ, നമ്മളെന്താ കൊടുക്കാതെ? നിങ്ങൾക്കൊന്നും പോകുന്നില്ലല്ലോ. എന്തെങ്കിലും പോകുന്നുണ്ടോ? ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു, നമ്മളത് ദാനമായിട്ട് കൊടുക്കും. ശരിയല്ലേ? നമ്മളെ ഞാൻ വായിച്ച കോട്ടിങ്ങനാണ്, നമുക്ക് എല്ലാവർക്കും കരുണയുടെ ഒരു ചിറകുണ്ട്. ആ ചിറക് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി. നമ്മൾ പറക്കുന്നതിനെ കൂട്ടത്തില് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി, മൊത്തം താഴ്ത്തണ്ട. ഈ കരുണ മറ്റുള്ളവർക്ക് ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മളെ കാണുമ്പോൾ ഒരാൾ പറയണം, ഇവനെന്തോ നമ്മളിൽ നിന്നല്ല, നമ്മളിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഡ്രസ്സിങ്ങിലല്ല ഞാൻ പറഞ്ഞത്, എന്റെ വേഷത്തിലല്ല, എന്റെ സ്വഭാവത്തിൽ മറ്റുള്ളവരുമായിട്ട് ഒരു ചെറിയ വ്യത്യാസം വേണമെന്ന് എപ്പോഴും ഞാനത് ശ്രമിക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ. നമ്മുടെ ദൈവം അതാ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണാതെ കുറച്ച് കരുണയും കുറച്ച് നല്ല വിശ്വാസവും, നിർജ്ജീവമായിട്ടുള്ള വിശ്വാസമല്ല, പൈശാചികമായിട്ടുള്ള വിശ്വാസമല്ല, നല്ല വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണല്ലോ വിശ്വാസം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മള് പ്രാർത്ഥനാ വിഷയം നടക്കണമെന്നല്ലേ? ഇത് രണ്ട് ചെയ്താൽ മതിയെന്നേ, ദൈവം പ്രവർത്തിക്കും. അടുത്തൊരു കാര്യം, നമ്മുടെ വിശ്വാസം ആർക്ക് അറിയാവുന്നത്? ഇത് യഥാർത്ഥ വിശ്വാസമാണ്. ഞാൻ പറയാം, നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തോട് ആർക്കറിയാവുന്നത്? ദൈവത്തിന് മാത്രം. അതെന്തുകൊണ്ടാ? യെസ്, നമ്മുടെ ഹൃദയം പറയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയണം, മറ്റുള്ളവർ അറിയണമെങ്കിലും ഈ സ്നേഹം, കരുണ, ഇതൊക്കെ, ഈ വിശ്വാസം, ഇതൊക്കെ മറ്റുള്ളവർ അറിയണമെങ്കിൽ എന്താ വേണം? നമ്മളെ പ്രവൃത്തിയിൽ കാണിക്കണം. പ്രവൃത്തിയിൽ കാണിച്ചാല് ദൈവം അറിയുന്ന കണക്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങളും നമ്മളോട് സഹകരിക്കുന്നവരും അറിയും. ഇതിലൊരു വ്യത്യാസമുണ്ട്. ഒരു വിശ്വാസം ഞാൻ പറയുന്നില്ല, ഇതിലൊരു വ്യത്യാസമുണ്ട് ഇല്ലേ? ഈ യഥാർത്ഥ വിശ്വാസത്തില് ഞാൻ രണ്ടുപേരെ എടുക്കണം, ഇതിൽ പറഞ്ഞ രണ്ടുപേരെ എടുക്കണം. ഞാൻ അതിൽ പറഞ്ഞ കണക്ക് എബ്രഹാം നമ്മുടെ ആരാ? വിശ്വാസത്തിന്റെ പിതാവ്. അവൻ വിശ്വസിച്ചു, അതവന് അവൻ എന്തെങ്കിലും ദാനം ചെയ്തോ? അവൻ വേറെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തോ? ഒന്നും ചെയ്തില്ല. അവൻ വിശ്വസിച്ചതേ ഉള്ളൂ. എങ്ങനെ വിശ്വസിച്ചു? എപ്പോഴും എന്റെ മനസ്സിൽ വെക്കുന്ന ഒരു വചനമാണ്. സങ്കീർത്തത്തിന് എനിക്ക് റെഫറൻസ് എടുക്കാൻ അതിൽ നോക്കണം. എന്റെ ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊരു വചനം. എന്റെ ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അബ്രഹാം അവന്റെ ബുദ്ധി വെച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവാകുമായിരുന്നു. അതായിരുന്നു നമ്മുടെ പ്രശ്നം. എന്താ അറിയാം? എന്താ? നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിക്കുന്നതുകൊണ്ടാ. ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നാം. ഞാൻ ദൈവത്തിനോട് പറയും, ഞാൻ എന്റെ ബുദ്ധിക്കൊക്കെ വൻ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതില്ല. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ഇത് നല്ലതാണെങ്കിലും ചെയ്യതാണെങ്കിലും ദൈവം എന്നെ തന്നു. ഈ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ എവിടെയൊക്കെ ഞാൻ അങ്ങനെ എന്നെ സറണ്ടർ ചെയ്തിട്ടുണ്ടോ അവിടേക്ക് ഒരു വലിയ ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. വലിയ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാം? എന്റെ മനസ്സ് എപ്പോഴും സമ്മതിക്കത്തില്ല. പെട്ടെന്ന് ഇത് വരും, എന്റെ ബുദ്ധി കയറും. ഈ ബുദ്ധിയെ പ്രവർത്തിയായിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ സറണ്ടർ ചെയ്യണം. ആ
ഞാൻ പോവാം വെള്ളവും അപ്പുമായിട്ട് അവര് പോയി. അവിടെ നോക്കി അവിടെ ചെന്നപ്പോ വിചാരിക്കുന്നതാണോ ഇത്രയും നേരങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന്. അതാണ് വിശ്വാസം, യഥാർത്ഥ വിശ്വാസം. അതാണ് ഈ വലിയ ട്യൂസ്ഡേ നമ്മള് സംസാരിച്ച ഒരു വിഷയമാണ് രാഹാബിന്. വലിയ അതും ഇത് നിയോഗിക്കുന്ന വലിയൊരു കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഇന്നത്തെ ഇതിനകത്തുണ്ട് രാഹാബിനെ കുറിച്ച്. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ ഒന്ന് അബ്രഹാമും അടുത്തത് രാഹാബിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, അവൾ ആരായിരുന്നു? അവളെ എവിടെ ദൈവം ആക്കി നോക്കി, എവിടെ ആക്കിയേ? ഇതിനും വലിയ ഭാഗ്യം ആർക്കാ വേണ്ടി എന്താ വേണ്ടേ? അതാണ് വിശ്വാസം. അന്ന് അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ വംശാവലിയില് പേര് വരുത്തില്ല, നമ്മളതിനെ കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. അതാണ് വിശ്വാസം, അല്ലേ? സോ വിശ്വാസത്തിൽ നമുക്കുള്ള ആ ഒരു ഈ ഒരു 3 കാര്യങ്ങളില്ലേ. ഒന്ന്, നമ്മുടെ വിശ്വാസം നിർജീവമാണ്. ഒന്ന്, നമ്മള് പൈശാചികമായിട്ടുള്ള വിശ്വാസമാണ്. ഇനിയൊന്ന്, യഥാർത്ഥമായിട്ടുള്ള വിശ്വാസമാണ്. അതിന് 2 ഉദാഹരണങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും. ഇത് മാത്രം അനലൈസ് ചെയ്താൽ മതി. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് നമ്മളുടെ മെന്റർ എന്നൊക്കെ പറയില്ലേ, എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് ഡെയിലി ലൈഫിൽ ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. നീ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, നീ ചോദിച്ചാൽ മതി. ഇതിനകത്തുണ്ടല്ല ഉത്തരവ്. നിനക്ക് വെളിയിൽ ഒന്നും എടുക്കണ്ട. അന്ന് തൊട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നുവരെയും അത് പൂർണ്ണമായിട്ട് എനിക്കത് ആ വിശ്വാസം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പലപ്പോഴും പറയാറില്ലേ, സംഗീതത്തിൽ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കരയുമ്പോൾ ആകാശത്തോട് ഇറങ്ങി വരണേന്ന് പറയില്ലേ, അതേമാതിരി ചില സമയങ്ങളിൽ നമ്മൾ കരഞ്ഞു പോകും. നമ്മളെ ബുദ്ധി അന്ന് ചിന്തിക്കത്തില്ല. ആ ഒരു വിശ്വാസം കാര്യമെന്നല്ല ഞാൻ പറയുന്നത്, ആ സമയത്തുള്ള ഒരു വിശ്വാസം, അതുപോലെ നമുക്ക് നമ്മുടെ ആ ഒരു വിശ്വാസം കണ്ടാൽ തന്നെ നമ്മുടെ കൂട്ടായ്മയിലുള്ളത് അവർ മാറും. മാറില്ലേ? തീർച്ചയായും മാറും. ആ ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ അത്രമാത്രം ചെയ്ത് നമ്മളെ നേതൃത്വം കൊടുക്കുക, നമ്മൾ ആ വിശ്വാസത്തിലിരിക്കുക. നിർജീവമല്ലാത്ത, പൈശാചികമല്ലാത്ത യഥാർത്ഥ വിശ്വാസത്തിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുക. ദൈവം വലിയ